ഇന്നലെ സാൻഡ്വിച്ച് ഉണ്ടാക്കിയതിൻ്റെ ബാക്കി കുറച്ച് ഫില്ലിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഇന്നും ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കി കഴിച്ചു വൈകിട്ട്. ഇത് കഴിച്ചാൽ കുറേ നേരത്തേക്ക് വിശക്കൂല. അപ്പോൾ ഇന്ന് നമ്മൾ ബട്ടർ ചിക്കനാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ചിക്കനൊക്കെ കട്ട് ചെയ്തതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ കൈയും കൂടി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കേട്ടോ. സാരമില്ല. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് വിശന്നപ്പോഴത്തേക്ക് ഇച്ചിരി ബിസ്ക്കറ്റും തിന്നായിരുന്നേ. അപ്പോൾ ഈ ബട്ടർ ചിക്കൻ്റെ റെസിപ്പി ഞാൻ യൂട്യൂബ് നോക്കിയാണ് പരീക്ഷിച്ചത്. എല്ലാ വീഡിയോയും കൂടെ കണ്ട് മനസ്സിലാക്കിയിട്ട് എൻ്റേതായ രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. ആദ്യം ബട്ടറിനകത്ത് നമ്മുടെ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഒന്ന് ജസ്റ്റ് ഒരു ഹാഫ് ഫ്രൈ ആക്കി എടുക്കണം. അത് കഴിഞ്ഞിട്ട് പട്ട, ഗ്രാമ്പു, ഏലക്ക, ബേ ലീവ്സ് അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഇടണം ആ സെയിം ബട്ടറിലോട്ട്. അത് കഴിഞ്ഞിട്ട് ഉള്ളി, തക്കാളി ഇട്ടിട്ട് ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റണം കേട്ടോ. എന്നിട്ട് മസാലയും ചേർത്തിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും വിതറുന്നുണ്ട് അതിനകത്തോട്ട്. എന്നിട്ട് ചിക്കൻ വെന്തോന്ന് ഞാൻ ഇപ്പോഴാണ് നോക്കിയത്. എനിക്കത് ഓൾറെഡി വെന്തിട്ടുണ്ടെന്ന് മനസ്സിലായി. വെന്തിട്ടുണ്ടെന്ന് മനസ്സിലാവാത്തൊരു നേരത്തെ തന്നെ തിന്ന് നോക്കാനായിട്ട് ഞാൻ പറയുകയാണ്. എന്നിട്ട് 2 മിനിറ്റ് പിന്നെ ഒന്ന് തിളപ്പിക്കണം. എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലെ ഒഴിക്കരുത് കേട്ടോ. ഞാൻ ഒഴിച്ചത് പകുതിയും താഴെ പോയി. എന്നിട്ട് 1 സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് ബ്ലെൻഡ് ചെയ്യണം. ഞാനിത് നല്ലപോലെ കുറച്ച് ടൈം എടുത്താണ് കേട്ടോ ബ്ലെൻഡ് ചെയ്തെടുത്തത്. ഇല്ലെങ്കിൽ നമ്മളത് അരിച്ചെടുക്കേണ്ടി വരും. എൻ്റെ അത്രയും വലിയ അരിപ്പില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു സംഭവത്തിലേക്ക് നമ്മൾ ചിക്കൻ വറുത്ത് വെച്ചേക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കണം. അതിനിടയ്ക്ക് അയാൻ എണീറ്റു. അപ്പോൾ എനിക്ക് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ആഡ് ചെയ്ത ചിക്കനും കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. എന്നിട്ട് ലാസ്റ്റ് ബട്ടറും ഫ്രഷ് ക്രീമും ഒഴിച്ചിട്ട് കുറച്ച് കസ്തൂരി മേത്തിയും കുറച്ച് മല്ലിയിലയും കൂടെ ഇങ്ങനെ വെതറി ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. നമ്മൾ റൊട്ടിയുടെ കൂടെയാണ് കേട്ടോ കഴിച്ചത്. ഞാനത് ഉണ്ടായിക്കൊണ്ട് ചെന്നപ്പോഴത്തേക്കും ചേട്ടൻ പറഞ്ഞു ഇതിന് കളർ പോരെന്ന്. അന്നും പറഞ്ഞ് എന്നെ അപമാനിച്ചു ഗൈസ്. പക്ഷേ സംഭവം തീർന്നു കേട്ടോ. അപ്പം അത്രേ ഉള്ളൂ. ടാറ്റാ.